ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ മിനി വ്ളോഗ് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ എൻ്റെ ലൈഫ് അപ്ഡേറ്റ്സിൽ ചെറിയ ചെറിയ പാർട്സാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. ഞാൻ ഇന്ന് രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ എണീച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സ്കിൻ കെയർ ഫസ്റ്റ് ചെയ്യാം. ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, ഒരു ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത്. ഡെർമ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ നിയാസിനമൈഡ് ജെൻറ്റിൽ ക്ലെൻസർ. ഇതെനിക്ക് എൻ്റെ സ്കിന്നിന് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. സോ ഞാൻ ഇത് തന്നെയാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. ആഫ്റ്റർ ഡെലിവറി എനിക്ക് പിമ്പിൾസൊക്കെ വന്നപ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ടീ ഉണ്ടാക്കാൻ പോവാണ്. ടീ ഉണ്ടാക്കുമ്പോൾ ഞാൻ കട്ടൻ ചായയാണ് കുടിക്കുന്നത്. പാൽ ചായ ഞാൻ ഒഴിവാക്കിയിരിക്കുകയാണ്. സോ നെക്സ്റ്റ് നമ്മുടെ നിയു. അവൾ രാവിലെ ഇന്ന് 9 മണിക്ക് മുന്നേ എണീച്ചായിരുന്നു, ഞാൻ എണീക്കുന്നതിന് മുന്നേ. അപ്പം അമ്മയൊക്കെ ഉള്ളത് കൊണ്ട് അമ്മയാണ് കുഞ്ഞാവനെ നോക്കുന്നത്. അപ്പം അമ്മയും ചേച്ചിയൊക്കെ ഉണ്ട് വീട്ടിലെല്ലാവരും ഉള്ളത് കൊണ്ട് എനിക്ക് എണീച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ രാവിലെ തന്നെ ഞാൻ വേറൊരു കാര്യം നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് ഗായ്സ്. ഒരു കൊളാജൻ പൗഡറാണ്, HK വൈറ്റൽസിൻ്റെ ഒരു കൊളാജൻ പൗഡറാണ്. ഇത് ഞാൻ കുടിച്ചിട്ട് എനിക്ക് നന്നായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള പോലെ തോന്നി. സോ അതാണ് ഞാൻ നിങ്ങളെയും കൂടി കാണിച്ചത്. ഇത് ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ കുടിക്കുന്നത്. ഒരു ഗ്ലാസ്സിൽ ഒരു സ്പൂൺ ഞാൻ എടുത്തിട്ട് വെള്ളം ഒഴിക്കും, കുടിക്കും, അങ്ങനെ തന്നെ. പിന്നെ ഇന്നൊരു മുട്ടക്കറി ഉണ്ടാക്കാൻ പോവുകയാണ് ഞാൻ. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതികൾ എൻ്റെ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കിതുപോലെ ട്രൈ ചെയ്യാം. ഞാൻ ആ വീഡിയോ നിങ്ങൾക്കിവിടെ ഇടാം. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പം നിയുവിൻ്റെ ഫേവറേറ്റാണ് എഗ്ഗ്. അപ്പം നിയു ഇത് കഴിക്കാൻ നിയുവിനും ഇഷ്ടമാണ്. ഞാനിതിൻ്റെ ഉണ്ണിയാണ് നിയുവിന് കൊടുക്കുന്നത്. ഒത്തിരി ഒന്നും വേറെ ഈ വൈറ്റ് കഴിക്കാൻ ഒത്തിരി അവൾക്ക് ഇഷ്ടമല്ല. എഗ്ഗ് ഉണ്ണി കഴിക്കും. പക്ഷെ ഞാനിത് രണ്ടും കൂടി ചില ടൈമിൽ അവക്കാഡോ വെച്ചിട്ട് ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അവൾ കഴിക്കാറുണ്ട്. അപ്പോൾ അവൾക്കത് ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് ഇനിയും ഒന്ന് ട്രൈ ചെയ്യണം ഒന്നും കൂടി. അപ്പോൾ ഒന്ന് വൈറ്റ് കഴിപ്പിച്ച് പഠിപ്പിക്കണം, അതാണ് എൻ്റെ പ്ലാൻ. അത് കഴിഞ്ഞിട്ട് ഞാനും എഗ്ഗ് കറി റെഡിയാക്കി. അത് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ നിയും കൂടി ഒന്ന് ജസ്റ്റ് പുറത്തേക്കൊക്കെ കാറ്റുള്ള ഇറങ്ങിയതാണ്. പൂച്ചേനെയും പട്ടീനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വോയിസ് ഓവർ അല്ലാതെ ചെയ്യുന്നതാണ്. കാര്യം ഞാൻ അവിടെ പുറത്ത് നിന്ന് വോയിസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടികളൊക്കെ പോകുന്നതുകൊണ്ട് ഭയങ്കര സൗണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ അല്ലാതെ ചെയ്യുന്നതാണ്. കാര്യം തൊട്ടടുത്ത് കൂടിയാണ് ഈ വണ്ടികളൊക്കെ പോകുന്നത്. മെയിൻ റോഡിലാണ് നമ്മുടെ വീട്. അപ്പോൾ അങ്ങനെ ഭയങ്കര സൗണ്ടായിരിക്കും. പിന്നെ ഉച്ചക്കത്തേക്ക് ഞാനൊരു ക്യാബേജ് തോരൻ ഉണ്ടാക്കുവാണ്. ഇതൊക്കെ ഞാൻ കുറച്ച് ഷോർട്ടായിട്ട് എടുത്തതാണ് കേട്ടോ. അതാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ക്യാബേജും ഉള്ളിയും പിന്നെ തേങ്ങയും മുളകും കൂടി ഇട്ടത്. അതിനകത്തേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ മഞ്ഞൾ ഞാൻ പൊടിച്ച മഞ്ഞളാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കാര്യം കൊച്ചൊക്കെ ഫുഡ് കഴിക്കാനുള്ളതുകൊണ്ട് പൊടിച്ച മഞ്ഞളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം നോർമലി എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഞാനും ക്യാബേജ് തോരൻ ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നും ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ ക്യാബേജ് തോരൻ ഉണ്ടാക്കുകയാണ് ഗൈസ്. പിന്നെ എന്തൊക്കെയുണ്ട്, എൻ്റെ ചാനൽ നിങ്ങൾ കാണാത്തവരാണ്, ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. എന്നാലാണ് എനിക്ക് വീണ്ടും വീഡിയോസ് ഇടാനും എനിക്കൊരു എനർജി കിട്ടുള്ളൂ. ഇപ്പോൾ 2-3 വ്യൂസൊക്കെ കിട്ടുന്നുള്ളൂ വീഡിയോസിന്, എന്നാലും ഞാൻ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ലഞ്ച്. ഇന്നത്തെ ലഞ്ച് ടൈമാണിത്. ഈ ലഞ്ചൊക്കെ കഴിഞ്ഞ് എനിക്ക് ഒരു മധുരം കഴിക്കാൻ തോന്നും. അപ്പം ഞാൻ ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കും. അതിനകത്ത് ഇത്തിരി കസ്കസൊക്കെ ഇട്ടിട്ട്. എല്ലാ ദിവസവും ഇല്ല കേട്ടോ. ഇന്ന് എനിക്ക് നാരങ്ങ വെള്ളം കുടിക്കാൻ തോന്നിയത് കൊണ്ട് ഭയങ്കര ദാഹം, ചൂടൊക്കെ ആയതുകൊണ്ട് ഞാനൊരു നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കും. ഇങ്ങനെ തന്നെ. അപ്പോൾ പിന്നെ ഈവനിങ് ടൈമായി. ഈവനിങ് ടൈമിൽ ഞാനിതൊരു ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. ഇതൊക്കെ അമ്മയുടെ ഗാർഡനിലുള്ള ചെടികളാണ് കേട്ടോ. ആലോവേറ ഇവിടെ കുറേ ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. നല്ല രസമായിട്ട് വളരുന്നുണ്ട്. മഴ പെയ്തായിരുന്നു ഇപ്പോൾ. ഓക്കെ ഗൈസ്, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഞാൻ പോവാണ്. ബൈ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.